പീച്ചി ഡാമിന്റെ കാണാക്കയങ്ങൾ അറിയാതെ ഉല്ലാസത്തിനും സെൽഫി എടുക്കുന്നതിനുമായി വൃഷ്ടി പ്രദേശങ്ങളിൽ ഇറങ്ങുന്നവർക്ക് ഒരു മുന്നറിയിപ്പായി മാറുകയാണ് കഴിഞ്ഞ ദിവസം പീച്ചി ഡാം പ്രദേശത്തുണ്ടായ 4 പെൺകുട്ടികൾപ്പെട്ട അപകടം. പീച്ചി ഡാമിന്റെ വിവിധ വൃഷ്ടി പ്രദേശങ്ങളിലെത്തുന്ന സഞ്ചാരികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ സഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ജെയ്സൺ ഷാമോളപ്പിലിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം 3:30 പീച്ചി ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗത്ത് അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. 4 പെൺകുട്ടികൾ പുഴയുടെ കാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് താഴ്ന്നു പോകുന്നു. പിന്നീട് നാട്ടുകാർ എത്തി അവരെ രക്ഷിക്കുന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. 3 പേരുടെ നില ഗുരുതരമായി ഇന്നലെ തുടർന്നു. നമുക്ക് ഇവിടെ നിന്ന് കടന്നു വരുമ്പോൾ തന്നെ കാണാം, അതീവ അപകടം നിറഞ്ഞ ഒരു മേഖല കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും താഴോട്ട് സ്ലിപ്പായി താഴോട്ട് പോകാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ബാബു, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ഇന്നലെ കുട്ടികൾ വീട്ടിൽ നിന്നും അവരെ പെരുന്നാളോടനുബന്ധിച്ച് കൂട്ടുകാരികളെ വന്നു, അവരെ ഡാം കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ പുഴയോരത്ത് കൂടി അവർ നടന്നു വന്നു. ഈ പാറ കണ്ടപ്പോൾ അവർ ഇരുന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് അവർ നിന്നതാണ്. അപ്പോൾ സെൽഫി എടുക്കുമ്പോൾ ഇത് വളരെ ആഴമേറിയ ഒരു സ്ഥലമാണ്. ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം വളരെ ആഴമേറിയ സ്ഥലമാണ്. ഒരാൾ കാലുവഴുതി താഴത്തേക്ക് വീണപ്പോൾ പുറകെ കൈപിടിച്ച് താഴത്തേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വരുന്ന കുട്ടികൾ അനേക വിനോദസഞ്ചാരികൾ കടന്നു വരുന്ന മേഖലകളാണിത്. അപ്പോൾ ഇവിടെ യാതൊരുവിധ പ്രൊട്ടക്ഷനുകളോ മറ്റൊന്നും നാളിതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ഒട്ടനവധി അപകട മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കാല് തെന്നി പോയില്ല ഒരു കുട്ടിയുടെ, അപ്പം കൈ കോർത്ത് പിടിച്ചാണ്. അങ്ങനെ ഈ 4-5 പേരും വെള്ളത്തിൽ വീട് ചെയ്തു. അതിൽ 2 കുട്ടികളെ അപ്പം തന്നെ രക്ഷിച്ചു. പിന്നെ 2 കുട്ടികൾ വെള്ളത്തിൻ്റെ അടിയിൽ ഏറ്റവും ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ ഒരു 5-6 പേര് ഇവിടെ വന്നിട്ട് മുങ്ങി താന്ന് എടുക്കുക ചെയ്ത്. ഒരു കുട്ടി മാത്രം ഫസ്റ്റ് ഒരു കുട്ടീനെ ഇവിടെ നിന്ന് കിട്ടി. ലാസ്റ്റ് കുട്ടി ഏറ്റവും അടിയിലേക്ക് പോയത്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അതിസുരക്ഷ ആവശ്യമുള്ള ഒരു മേഖലയായിട്ടാണ് നാം ഇവിടെ എത്തിയപ്പോഴും നമുക്ക് മനസ്സിലായത്. എപ്പോൾ വേണമെങ്കിലും കാല് തിന്നി വെള്ളത്തിലോട്ട് പോകാം. മാത്രമല്ല ഇതിൻ്റെ ആഴം അളക്കാൻ കഴിയാത്ത അവസ്ഥ കൂടിയുണ്ട്. കാരണം ഒരു സ്ലീപ്പ് സംവിധാനത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അടിയിൽ വെള്ളം, തൊട്ടടുത്ത് താഴെ ഒരു പ്രതലം കാണുമെങ്കിലും പിന്നീട് അത് വലിയ താഴ്ചയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട്. അത്തരത്തിൽ അതീവ ശ്രദ്ധയുള്ള ആവശ്യമുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. റിപ്പോർട്ടർ ജെയ്സൺ, തൃശ്ശൂർ. ഇന്നലെയുണ്ടായ അപകടത്തിൽ 2 പെൺകുട്ടികളുടെ മരണം സ്ഥിരീകരിച്ചു. ഒരു കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്, മറ്റൊരാൾക്കും പ്രാഥമികമായുള്ള ചികിത്സകൾ നൽകി വരികയാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കുറച്ചുകൂടി കരുതലെടുക്കാം. ജീവനല്ലേ പ്രധാനം, ജീവിതമല്ലേ പ്രധാനം. സെൽഫിയൊക്കെ അത് കഴിഞ്ഞല്ലേ വരൂ.